നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദിവാസി വിമുക്തി കൗൺസിലിന്റെ വലിയ പ്രവർത്തകരാണ്. 3-4 വർഷക്കാലമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായ സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു വെച്ചിട്ടുള്ള ഭൂമികൾ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ വനം വകുപ്പ് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റുകൾ അതിനുവേണ്ടി ആദിവാസി സമൂഹത്തിനോട് ശ്രദ്ധ ചെലുത്തുന്നില്ല. ആരുടെയും അപകാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നീക്കിവെച്ച ഭൂമി ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ഭൂമി പോലും തരാതെ അവിടെ ചില ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഞങ്ങൾ 140ഓളം ആദിവാസി സഹോദരി സഹോദരന്മാരെല്ലാം ഇവിടുത്തെ ചീഫ് ഫോറസ്റ്റ് കൺസ്ട്രക്ടർ ഓഫീസിലേക്ക് ഞങ്ങളൊരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സംഘടനകൾ ഏകതാ പരിഷത്ത് എന്ന് പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ ആദിവാസി സമൂഹത്തിന് വേണ്ടി ശക്തമായ സമര പോരാട്ടം, ആദിവാസികൾക്ക് മാത്രമല്ല മറ്റു ഭൂമിയില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് കൂടി ഭൂമി കിട്ടുന്നതിനാവശ്യമായ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഏകതാ പരിഷത്ത്. അതിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള പി വി രാജഗോപാൽ കൂടി ഇന്നലെ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. കർഷക സമരം ഡൽഹിയിലേക്ക് പോയി നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ പി ടി ജോൺ ഇവിടെ ഈ വേദിയിലുണ്ട്. അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രാച്യമത സമര നേതാവ് വിളയോട് വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനീയനായ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ ഇന്നലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ സമര പന്തലിലെത്തുകയും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടത്തിൽ ഞാനും പങ്കാളിയാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പോയി തിരുവനന്തപുരത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഭാവിയിൽ നടത്തിത്തരാമെന്നാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി ഇന്നലെ അവർ നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, കീഴ്ഘടകത്തിലുള്ളവരിൽ CGF അടക്കമുള്ള ആളുകൾ അവിടെ നമ്മുടെ സമരപന്തൽ സന്ദർശിച്ച് അവിടെ ആ ഭൂമി കൊടുക്കാൻ പറ്റുന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നടപടിയെടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അനിശ്ചിതകാലം എന്നല്ല, ഇതിന് തീരുമാനം ഉണ്ടാകുന്നത് വരെ എല്ലാവരും ഇവിടെ സമരത്തിൽ പങ്കെടുത്ത് പട്ടിണി കിടന്നിട്ടാണെങ്കിലും സമരപന്തൽ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ സമരം നടത്തുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് വന്നത്. ഇവർ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ ആ സമരം അവസാനിപ്പിച്ച് എല്ലാവരെയും വാഹനം കയറ്റിവിട്ട കുറച്ച് ആളുകൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഈ പ്രസ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയായിരിക്കുന്നു. അങ്ങനെ ഈ നിങ്ങളുടെയൊക്കെ പത്രക്കാർ എപ്പോഴും നിങ്ങൾ ആദിവാസി സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊക്കെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ നിലയിലേക്ക് ഇവിടം വരെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. വയനാട്ടിലെ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാളുടെ ആടിനെ കടുവ പിടിച്ചു. ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വെളുപ്പിന് ഫോറസ്റ്റുകാരെയൊക്കെ അവിടെ വളഞ്ഞു വിട്ടിട്ടുണ്ട്. പോലീസും എല്ലാം കൂടി നിൽക്കുകയാണ്. ജനങ്ങൾ ആകെ വയലൻ്റായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ആദിവാസി കുട്ടീനെ ആന ചവിട്ടി കൊന്നിട്ടുണ്ട്. കൊല്ലി മൂല കോളനി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇങ്ങനെ ഒട്ടനവധി കഷ്ടപ്പാടുകളും ദുരിതങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസികൾ മാത്രമല്ല, വനമേഖലയിൽ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിൽ കൂടി വന്യമൃഗങ്ങൾ കടന്നു വരുന്നു. അവിടെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസുകാരായാലും ഫോറസ്റ്റുകാരായാലും ഒരിക്കലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്കാണ് നടക്കുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് പോയി കഴിഞ്ഞാൽ വയനാടിന്റെ മുഖച്ഛായ തന്നെ മാറും. നല്ല രീതിയിൽ മാറുകയല്ല, നശിച്ച് നാരായണകല്ല് പിടിക്കും എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ അകം വഴി സഹായ സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പറയാനുള്ളത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളവിടെ കഴിയുന്നതും. 3 വർഷക്കാലമായി ഞങ്ങളവിടെ കുടിക്കെട്ടി
സമരം നടത്തി വരുന്നു. സർക്കാർ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഹാരം പോലും കാണാതെ ഇത്രയും വർഷം നീണ്ടു നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇന്നലെ ഞങ്ങളൊരു സമരം നടത്തിയപ്പോഴത്തേക്കും നമുക്ക് അനുകൂലമായിട്ടൊരു വിധി തന്നിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയ ഉറപ്പായി ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഇതുവരെയും ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നീതികേടിനോട് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത് അനുകൂലമായി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളാണെങ്കിൽ അവിടെ ഇതായിട്ട് വിഷമിച്ച് വന്യമൃഗശല്യത്തിന്റെയും ഇതിന്റെയൊക്കെ ആയിട്ട് അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ അവിടെ ആളുകൾ ജീവിക്കുന്നത്. അത് അധികപ്പെട്ട് ഒന്ന് എത്തിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷക സമരം നടത്തുന്നത് പോലെ തന്നെ ഒരു കർഷക സമരം പോലെ തന്നെ ആദിവാസി ഭൂസമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ വന്നിരുന്നതെങ്കിലും ഇന്നലെ 15 ദിവസത്തെ സാവകാശം വനംവകുപ്പ് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സമയം കൊടുത്തിട്ടുണ്ട്. ഈ മാസം 23-ാം തീയതി ആ സമയം തീരും. 23-ാം തീയതിക്ക് മുമ്പ് വനം വകുപ്പ് ഇവർക്ക് നിയമപ്രകാരം അംഗീകരിച്ച് കിട്ടിയിട്ടുള്ള ഭൂമി കൊടുക്കുന്നില്ല എങ്കിൽ ആദിവാസികൾ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹവും ഒന്നിച്ച് തിരുവനന്തപുരത്ത് വനം വകുപ്പിന് മുമ്പിലേക്ക് വരും. വനം വകുപ്പിന്റെ രാക്ഷസ മനോഭാവം അവസാനിപ്പിക്കാൻ ഉള്ള പോരാട്ടം ആരംഭിക്കും. ആദിവാസികളെ അടിമകളായി കാണുന്ന ഉദ്യോഗസ്ഥ മനോഭാവം കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഭൂമി അനുവദിച്ചു കൊടുത്തിട്ടും ഞങ്ങൾ ഇന്നലെ ചോദിച്ചു. വയനാട് ജില്ലാ കളക്ടർ ഇൻ റൈറ്റിംഗ് എഴുതി തന്ന കടലാസ് അവിടെ കൊടുത്തു. 2016.44 ഹെക്ടർ ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാനുള്ളത് വനം വകുപ്പ് തരാത്തത് കൊണ്ട് മാത്രം എനിക്ക് ഈ ജില്ലയിൽ വിതരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ജില്ലാ കളക്ടർ പറയുമ്പോൾ ഇവർക്ക് എന്താ ന്യായം പറയാനുള്ളത് നമ്മൾ ചോദിച്ചു. അവര് 15 ദിവസത്തെ സമയം ഇപ്പൊ ചോദിച്ചിട്ടില്ല. 15 ദിവസം നമ്മൾ സമയം കൊടുത്തു ഇന്നലെ. അങ്ങനെയാണ് അവിടുന്ന് വന്ന 140 ആദിവാസികളും രാത്രിയും പകരമായിട്ട് ഇപ്പോ തിരിച്ചു പോയിട്ടുള്ളത്. അവർ കാര്യം മനസ്സിലാക്കേണ്ടത് ഭരണഘടനാപരമായ സംരക്ഷണം, ഷെഡ്യൂൾ 5 പ്രൊട്ടക്ഷൻ പൂർണ്ണമായുള്ള വിഭാഗമാണ് ആദിവാസി. വനത്തിൽ നിന്ന് പുറത്താക്കാൻ 15 ലക്ഷം രൂപ വാങ്ങി കാട്ടിൽ നിന്ന് പുറത്തുപോ എന്നാണ് വനം വകുപ്പിന്റെ സമീപനം. കാട്ടിൽ നിന്ന് പുറത്തു പോയാലോ ആദിവാസിക്ക് ജീവിതമില്ല. അത് ആദ്യം അവർ മനസ്സിലാക്കണം. അത് അവർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. 15 ലക്ഷം രൂപ വാങ്ങിയ ഒരു ആദിവാസി കുടുംബം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങനെ ജീവിക്കാൻ പറ്റുക? കടപ്പുറത്ത് താമസിക്കുന്നവരോട് 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കടപ്പുറത്ത് നിന്ന് പോയിക്കോളം പറയുന്ന അതേ സമീപനമാണ് ആദിവാസികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ രാക്ഷസ മനോഭാവം നിർത്തണം. ആദിവാസിയെ അടിമയായി കാണുന്ന സമീപനം നിർത്തണം. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് പോയില്ല. കാരണം നിയമം പാസാക്കുന്നവര് നിയമം നടപ്പാക്കിക്കാനുള്ള ത്രാണിയില്ല എന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ആ നിയമങ്ങൾ നടപ്പാക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തിക്കുക എന്ന തീരുമാനത്തിലാണ് വനം വകുപ്പ് ആസ്ഥാനത്തേക്ക് കടന്നുപോയത്. അവിടെ ഇരിക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. അവരുടെ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ മതി, ഞങ്ങളോടൊരു ഡയലോഗിന് വരട്ടെ. എവിടെയാണ് എന്താണ് നിയമപരമായ ലംഘനങ്ങൾ നിങ്ങൾ നടത്തുന്നത് എന്ന് ഒന്നല്ല 1000 നിയമലംഘനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇന്നലെ അവർ ഞങ്ങളോട് കരാർ ഒപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കരാർ വേണ്ട. ഒപ്പിട്ട കരാറുകൾ നിരവധി നിങ്ങളുടെ കയ്യിലുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ട കരാറ്, നിൽപ്പ് സമരകാലത്ത് ഒപ്പിട്ട കരാറ്, CK ജാനുവും ഗീതാനന്ദനും ആയുള്ള സമരകാലത്തിലോ കരാറ്, മുത്തങ്ങ സമരത്തിന് ശേഷം നടന്നിട്ടുള്ള കരാറ്, ഈ കരാറുകളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് നടപ്പാക്കാത്ത കരാറുകൾ ഞങ്ങൾക്ക് വേണ്ട. വാക്ക് പറഞ്ഞാൽ മതി. ആ വാക്ക് നടക്കുന്നില്ലെങ്കിൽ അപ്പൊ ബാക്കി കാണാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ പിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 15 ദിവസത്തേക്ക് അവർ സമയം ചോദിച്ചു. ആ 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ
പിന്നെ പ്രസ് ക്ലബിൽ തന്നെ ഒരുപക്ഷെ കണ്ടുമുട്ടേണ്ടി വന്നേക്കാം. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.